ശ്രദ്ധിക്കുക, ഞാൻ ലഞ്ച് കഴിക്കുകയാണ് എന്നതിന് ഐ ആം ഈറ്റിംഗ് മൈ ലഞ്ച് എന്നാണോ ഐ ആം ഹാവിംഗ് മൈ ലഞ്ച് എന്നാണോ പറയാം. പലർക്കും കൺഫ്യൂഷൻ ഉള്ള സംഭവമാണ്. നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ അല്ലേ? ഇവിടെ ഐ ആം ഈറ്റിംഗ് എന്നാണോ ഐ ആം ഹാവിംഗ് എന്നാണോ ഉപയോഗിക്കുക? യെസ്, നിങ്ങൾ ഒന്ന് ആലോചിക്കുക, നിങ്ങൾ ഏതാ യൂസ് ചെയ്യാം? ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, ഇതില് നമുക്ക് രണ്ടും ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റവും ബെറ്റർ യൂസേജ് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പോ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഇതിന്റെ എല്ലാം കൂടെ നമ്മൾ ഹാവിംഗ് എന്ന് ഉപയോഗിക്കുന്നത് നല്ലത്. ഐ എം ഹാവിംഗ് മൈ ബ്രേക്ക്ഫാസ്റ്റ്, ഐ എം ഹാവിംഗ് മൈ ലഞ്ച്, ഐ എം ഹാവിംഗ് മൈ ഡിന്നർ, അങ്ങനെയൊക്കെ പറയുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇനി ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഐ ആം ഈറ്റിംഗ് ബിരിയാണി അങ്ങനെ പറയാം. ഐ ആം ഈറ്റിംഗ് ബിരിയാണി, ഇപ്പൊ ഐ ആം ഈറ്റിംഗ് ദോശ, ഐ ആം ഈറ്റിംഗ് ഇഡ്ലി, അങ്ങനെയൊക്കെ പറയും. ഓക്കെ, അതായത് ഒരു ഫുഡിന്റെ പേരൊക്കെ ആവുമ്പോൾ അതിന്റെ കൂടെ ഈറ്റിംഗ് എന്ന് ഉപയോഗിക്കാൻ നല്ലത്. അപ്പൊ നീ ലഞ്ച് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുക, ഹാവ് യു ഈറ്റൻ യുവർ ലഞ്ച് എന്നതിനാണ് ഏറ്റവും നല്ലത് ഹാവ് യു ഹാഡ് യുവർ ലഞ്ച്, ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ, അങ്ങനെ ചോദിക്കുന്നതാണ് നല്ലത്. മനസ്സിലായോ? ഇപ്പൊ ഞാൻ ബിരിയാണി കഴിച്ചു, അപ്പൊ ഞാൻ എന്താ പറയാ, ഐ ഹാവ് ഹാഡ് മൈ ബിരിയാണി. ഓക്കെ, ഐ ഹാവ് ഹാഡ് ബിരിയാണി എന്നാണ് പറയേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇനി ഹാവിംഗ് ഈറ്റിംഗ് കൺഫ്യൂഷൻ ആവണ്ട. ഇനി ഞാൻ പറഞ്ഞു ഇത് അത്ര വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടും ഇന്റർചേഞ്ചബിൾ ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കുക നിങ്ങൾ. ഓക്കെ, അപ്പൊ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങളുടെ കോഴ്സിലും പഠിപ്പിക്കുന്നുണ്ട്. ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സാണ്. നിങ്ങൾ ലോകത്തിന്റെ എവിടെയാണെങ്കിലും നിങ്ങൾ ഫീൽഡിൽ ഒരു അരമണിക്കൂർ ഉണ്ടാവില്ലേ, ഞങ്ങളുടെ ട്രെയിനേഴ്സ് നിങ്ങളോട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് 2 മാസം കൊണ്ട് നിങ്ങളുടെ ഇംഗ്ലീഷ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകും. നല്ല റിസൾട്ട് ആണ്. നിങ്ങൾ ഫ്രീ ഉള്ള സമയത്ത് മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. വളരെ ചെറിയ ഫീ ആണ്. മുകളിൽ ബയോയിൽ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്. പുതിയ ബാച്ച് 2 ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്.